ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ വൈറ്റ് പോളിഷ് എന്ന്. ഹലോ ഗൈസ്, HN ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മാരാമൺ എന്ന് പറയുന്നത്, കോഴഞ്ചേരിയിലെ മാരാമൺ. എല്ലാവർക്കും നല്ലതായിട്ട് അറിയാവുന്നൊരു സ്ഥലമാണ് മാരാമൺ. നമ്മുടെ കൺവെൻഷൻ്റെയും പല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാരാമൺ. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെയാണ് വന്നിരിക്കുന്നത്. സംഭവം എന്നാന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളായി പോയി. എന്താ ഒരു വീട് അല്ലെങ്കിൽ ഒരു റിസോർട്ട്, ഒരു ബിൽഡിംഗ്, എന്തിൻ്റെ ആയാലും അതിൻ്റെ ഗാർഡൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്, ആ ഒരു വീടിൻ്റെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ സ്റ്റോൺ ഗലേറിയ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാരാമണ്ണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാരാമണ്ണ് കൺവെൻഷൻ നഗരിയിൽ നിന്ന് കുറച്ചുകൂടെ നേരിട്ട് വരുമ്പോൾ ഹൈവേയിൽ തന്നെ തിരുവല്ലയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇടത് സൈഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇതാണ്ട് ഇവിടെ, ഇതുവഴിയാണ് എൻട്രൻസ്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആനയും അതിൻ്റെ ഒരു ആട്ടിൻകുട്ടിയും കോഴിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ്. നമുക്കിപ്പോൾ നല്ലൊരു വലിയൊരു എന്താ പറയുന്ന ഒരു റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നല്ലതായിട്ട് അകത്തോട്ട് കയറിയിട്ട് പരിചയപ്പെടാൻ എന്തായാലും. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. എന്താ ഒരു ചെറിയൊരു ആനയുണ്ട്, അതുപോലെ തന്നെ അണ്ണാന്, ഒരു കുഞ്ഞാനയുണ്ട്, പിന്നെന്താ പറയുക ആട്, കൊക്ക്, ആമ്പൽക്കുളം, ചെറിയൊരു ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ കയറി വരുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മുടെ വീടുകളിലൊന്ന് അറേഞ്ച് ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും കാണാൻ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലോട്ട് എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്ത് എന്തായാലും മറക്കാതെ കാണുക. ബാക്കി നമുക്ക് എല്ലാം ഇതിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അനിയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. നമുക്ക് ചേട്ടനായിട്ട് കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ചേട്ടൻ അകത്തിരിക്കുകയാണ്, ഒന്ന് കയറി സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് അനിച്ചേട്ടൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നോക്കുന്ന ഈ ചേട്ടനാണ്. ഹൈ, സുഖല്ലേ? തുടങ്ങിയിട്ട് എത്ര വർഷമായി സ്റ്റോൺ ഗലേറിയ? സ്റ്റോൺ ഗലേറിയ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമുണ്ട്. അപ്പോൾ ചേട്ടനോട് എത്ര ആളായിട്ടുണ്ടായിരുന്നു? ഞാനിപ്പോൾ ഒരു തുടങ്ങിയ കാലം തൊട്ടേ ഇവിടെ. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യം, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് നമുക്ക് പിന്നെ പ്ലാന്റ്സുകളുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ പോട്ട്, ഔട്ട്ഡോർ പോട്ടുകളെ, സെറാമിക് പോട്ടുകളെ, അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ വർക്കുകൾ, സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോണ്, താന്തൂർ സ്റ്റോണ്, കടപ്പ സ്റ്റോണ്, പാലക്കാട് സ്റ്റോണ്, അങ്ങനെ വെറൈറ്റി സ്റ്റോണുകൾ, പിന്നെ പെബിൾസുകൾ, നാച്ചുറൽ പെബിൾസുകൾ, കളർ പെബിൾസുകൾ, ഗ്ലാസ് പെബിൾസുകൾ ഒക്കെ അടങ്ങുന്നതാണ് ഇവിടുത്തെ മറ്റ് പ്രോഡക്റ്റുകൾ. പിന്നെ നമുക്ക് ചെയ്തു തരും. നമ്മൾ സ്റ്റോണിൻ്റെ വർക്കുകളും ചെയ്തു തരും. മറ്റേ ഗാർഡനെല്ലാം നമ്മളിവിടുന്ന് ഓരോരുത്തരുടെ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം അവരുടെ മനസ്സിനിണങ്ങിയ മനസ്സിനിണങ്ങിയതും അവരുടെ പിന്നെ എമൗണ്ടിനൊത്തതായ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അത് പറഞ്ഞാൽ അവ കുറഞ്ഞ റേറ്റ് ചെയ്യുന്ന വേണമെന്നുള്ളവർക്ക് ആ കുറഞ്ഞ റേറ്റിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ വിജയവും ഇത് ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം. അതെ. അനേക സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പിന്നെ നിലവാരത്തിലും ഞങ്ങൾക്ക് ഇപ്പോഴും ഈ വർക്കുകളൊക്കെ നിലവാരത്തിലും നല്ല ഉന്നത നിലവാരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ സഹായിക്കുന്നത് ഞങ്ങളുടെ ഈ വർക്ക് മേഖല അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രവർത്തന മേഖല ഇങ്ങനെ വിജയിച്ചു പോകാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞത് മുഖാന്തരമാണ്. അതുപോലെ തന്നെ സിനിമാടൻ മുകേഷിന്റെ വീട്ടിലും ചെയ്തായിട്ട് സ്റ്റോൺ ഗാലറിയുടെ ഞാനിതൊരു വീഡിയോ കണ്ടായിരുന്നു. അവിടെ ഇവിടുന്ന് ഇത് തന്നെയാണോ അതോ? ഇത് തന്നെ, ഈ സ്ഥാപനത്തിൽ തന്നെ മുകേഷിന്റെ വീട് കൊല്ലത്തായിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നത്. ദൂരത്തുള്ള സ്ഥലത്തും പോയി ദൂരം അത് നമുക്ക് ദൂരം ഒരു പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ട്സ് ആയതുകൊണ്ട് മാത്രമല്ല ആർക്കാന്നേലും നമ്മൾ ദൂരം അതിൻ്റെ പ്രശ്നമല്ല. ആർക്കാന്നേലും നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കും.
ഇത് വീടുകൾ മാത്രമുള്ളത് എന്തും ചെയ്യും? എന്തും ചെയ്യും. വീടുകൾ മാത്രമല്ലല്ലോ, വീട് മാത്രമല്ല, എല്ലാം ചെയ്യും. വീടുകൾ മാത്രം ഉദ്ദേശിച്ചല്ല, എല്ലാം ചെയ്യും. എല്ലാ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള വെളിയിലോട്ട് വേണ്ട എല്ലാം നിങ്ങളിലുണ്ട്. വെളിയിൽ ഔട്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇന്റീരിയറും ചെയ്യുന്നുണ്ട്. അതപ്പോൾ എങ്ങനെ ഓരോ ഈ പോട്ടുകളും ചെടികളൊക്കെ വെച്ചിട്ടാണോ അതോ എങ്ങനെയാണ് നിങ്ങളുടെ അകത്തെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യുന്ന നല്ല സെറാമിക് പോട്ടിൻ്റെ അകത്തും പിന്നെ സെറാമിക് പോട്ട് അത് ആ ലെവൽ വിത്ത് പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യുന്നുണ്ട്. സെറാമിക് പോട്ട് ആകുമ്പോൾ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. ചേട്ടാ, അപ്പോൾ ഈ പ്രതിമകൾ ഇത് കൊടുക്കാൻ വെച്ചേക്കാണോ അതോ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചാണോ? അല്ല, ഇവിടെ അറേഞ്ച് ചെയ്യാൻ വെച്ചേക്കുന്നതല്ല, അത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വേറെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചെയ്തു തരും. അതിപ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 രൂപയുടെ ഈ കൊക്ക് മുതൽ ചെറിയ അണ്ണാൻ മുതൽ പിന്നെ അല്ല, കൊക്കിന് 350 രൂപ. 350 രൂപ റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ടിങ് അത് മുതൽ പിന്നെ അങ്ങേറ്റം വലിയ ആന വരെയുണ്ട്. ഇത് മീഡിയം ആനയാകുമ്പോൾ ഇതിനൊരു 40,000 രൂപ വരും. പിന്നെ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് അല്ല, അത് ഫൈബർ ആയതുകൊണ്ട് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് അതിന് അത്രയും വില വരുന്നത്. അത് നമുക്ക് മഴയേക്കുന്നതിനോ വെയിലേക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല, നല്ലപോലെ ഈടി നിൽക്കും. അതിന് ചെറുതായിട്ടുള്ള ചെറിയൊരു ആനയുണ്ട്, അതാകുമ്പോൾ കോൺക്രീറ്റ് ആണ്. അതിനൊരു 5,500 രൂപ സംതിങ് വില വരും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കമനീയ ശേഖരമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇൻ്റർലോക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് പല സൈസുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കിടില ഉരുളൻ കല്ലുകൾ, അതുകൊണ്ട് വലിയ സൈസും ഉണ്ട്, അതുപോലെ ചെറിയ സൈസിലുള്ളതും ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ കൂടുതലായിട്ട് കാണിച്ചു തരാം. അതിനിടയ്ക്ക് റോസകളൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്നലെ സ്റ്റോക്ക് വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വലിയ ഉരുളൻ കല്ലുകൾ. ഇപ്പുറത്തോട്ട് വന്നാൽ ചെറിയ ഉരുളൻ കല്ലുകളും കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇതിലുള്ള സ്റ്റോക്ക് ചെറിയ സ്റ്റോക്ക് മാത്രമാണ്, വലിയ സ്റ്റോക്കുകൾ വേറെ എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതേ പല രീതിയിലുള്ള ഇൻ്റർലോക്കുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വേണമെന്നും ആവശ്യമുള്ളവർക്കെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ചേട്ടാ, അപ്പോൾ ഇതുപോലത്തെ ഈ കല്ലിൻ്റെ ഒക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇതിനൊക്കെ റേറ്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു വരുന്നത്? അതിൻ്റെ റേറ്റും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല സൈസിലുള്ള കല്ലുകളുണ്ട്, പല സൈസുകളുണ്ട്. അതായത് ബാംഗ്ലൂർ സ്റ്റോണ്, പിന്നെ താന്തൂർ സ്റ്റോണ്, കടപ്പ സ്റ്റോണ്, പാലക്കാട് സ്റ്റോണ്, അങ്ങനെ പല വെറൈറ്റി സ്റ്റോണുകളാണ്. അതിൻ്റെ ഓരോന്നിനും ഓരോ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റുകൾ വരുന്നത്. അതായത് ഇത് ബാംഗ്ലൂർ സ്റ്റോൺ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാം 50 mm കനത്തിലുള്ള കല്ലുകളാണ്. 50 mm കനത്തിലുള്ള കല്ലുകളാണ് നമ്മൾ ചെയ്യുന്നത്. 40 മറ്റു പലരും പല പിന്നെ സ്ഥാപനങ്ങളിലും ചെയ്ത് ചിലപ്പം പിന്നെ ഇതിൽ ഞങ്ങൾ പിന്നെ നല്ല റേറ്റ് അവർ പറഞ്ഞുകൊണ്ട് അത് എം എം കുറഞ്ഞുള്ള കല്ല് കൊണ്ട് യൂസ് ചെയ്യാനുണ്ട്. നമ്മളങ്ങനല്ല, നമ്മൾ 50 mm എന്ന് പറഞ്ഞാൽ 50 mm തന്നെ അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഇതാണ് ബാംഗ്ലൂർ സ്റ്റോൺ. ഇത് ബാംഗ്ലൂർ സ്റ്റോണാണ്. ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഇത് 50 mm കനത്തിലുള്ള കല്ലാണ് ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇരിക്കുന്നത്. ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ഇരിക്കുന്നത്. പിന്നെ പാലക്കാട് സ്റ്റോൺ ഉണ്ട്. അതാകുമ്പോൾ ഒരു മാർബിളിൻ്റെ ഒരു ഡിസൈനിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്. പാലക്കാട് സ്റ്റോൺ ഇരിക്കുന്നത് കണ്ട അവിടെ ഇരിക്കുന്നത് അത് പാലക്കാട് സ്റ്റോണാണ്. മാർബിളിൻ്റെ ഒക്കെ ഒരു ഗ്രൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പാലക്കാട് സ്റ്റോൺ. പിന്നെ കടപ്പ സ്റ്റോണുണ്ട്. കടപ്പ സ്റ്റോൺ ഇതാണ്ട് ഈ ഇരിക്കുന്നതൊക്കെ കടപ്പ സ്റ്റോണാണ്. ഈ ഇരിക്കുന്നതൊക്കെ കടപ്പ സ്റ്റോണാണ്. അതും കടപ്പ സ്റ്റോണാണ്. ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാവർക്കും സ്റ്റോൺ ഇടണം. ചിലർക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യുന്നതിനെക്കാട്ടിലും കടപ്പ സ്റ്റോൺ ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ്. അപ്പം കല്ലിടുകയും വേണം, കുറച്ച് റേഞ്ച് കുറവുള്ളത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കടപ്പ സ്റ്റോണൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ കടപ്പ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ
റേഞ്ച് കുറവ് റേറ്റ് കുറവാന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാളിറ്റി വ്യത്യാസമോ ലോക്കൽ സ്റ്റോണോ ഒന്നും അല്ല അത് അതിൻ്റെ നല്ല പെർഫെക്ഷനുള്ള നല്ല കല്ല് തന്നെയാണ്. അത് കടപ്പ സ്റ്റോൺ. പിന്നെ വരുന്നത് താന്തൂർ സ്റ്റോൺ എന്ന സ്റ്റോണാണ്. താന്തൂർ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇതാണ്ട് ഇതെല്ലാം താന്തൂർ സ്റ്റോണാണ്. ഇരിക്കുന്നതൊക്കെ താന്തൂർ സ്റ്റോണാണ്. ഇതെല്ലാം താന്തൂർ സ്റ്റോണാണ്. ഇരിക്കുന്നത് ഇതെല്ലാം താന്തൂർ സ്റ്റോണാണ്. ഇതിനെല്ലാം വ്യത്യാസം അതിനെക്കാട്ടി ഈ കടപ്പ ബാംഗ്ലൂർ സ്റ്റോൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റേഞ്ച് താന്തൂറാണ്. പിന്നെ വരുന്നത് കടപ്പ വരുന്നത്. ഇതിനൊക്കെ മേളിലാണ് മറ്റേ പാലക്കാട് സ്റ്റോൺ വരുന്നത്. അതാണ് സ്റ്റോണിൻ്റെ വ്യത്യാസങ്ങൾ. ചേട്ടാ, അപ്പോഴേ ഈ പെബിള് കിടക്കുന്നില്ല, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതൊക്കെ എന്തിനാ? ഇപ്പോൾ പല കളറിലൊക്കെ കുറേ കളറുകളുണ്ടോ? ഇതിന് സെപ്പറേറ്റ് കളറുകളുണ്ട്. ബ്രൗൺ ഉണ്ട്, ബ്രൗണിഷ് ഉണ്ട്, ഗ്രീനിഷ് ഉണ്ട്, യെല്ലോ ഷെയ്ഡുകളുണ്ട്. അങ്ങനെ പല കളർ ഷെയ്ഡുള്ള കല്ലുകളുണ്ട്. റിവർ പെബിൾ എന്നാണ് ഇതിന് പേര്. ഇത് നമുക്ക് ഗാർഡൻ ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് തിരിച്ച് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ നല്ല ഭംഗിയാണ്. ഇത് ടണ്ണേജ് കൊടുക്കാം, ലൂസായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാകുമ്പോൾ പോണ്ടിച്ചേരി പെബിളാണ്. പോണ്ടിച്ചേരി പെബിൾ. ഇത് പോണ്ടിച്ചേരി പെബിൾ. ഇത് ഒരു ടണ്ണ് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു 4300 രൂപ റേഞ്ച് വരും. 4300 രൂപ റേഞ്ച് വരും. ഒരു 130 സ്ക്വയർ ഫീറ്റ് നമുക്ക് വിരിക്കാൻ പറ്റും. 130 സ്ക്വയർ ഫീറ്റ്. അല്ല, ഇതിൻ്റെ വലിപ്പവും ഈ സെയിം വലിപ്പവും അതിൻ്റെ വലിപ്പം കൂടിയതുകൊണ്ട് സെയിം റേറ്റ് തന്നെ. അതിൻ്റെ പോണ്ടിച്ചേരി പെബിളെല്ലാം സെയിം റേറ്റ് തന്നെ. ഇത് രണ്ടും സെയിം വലിപ്പം തന്നെയാണ്. ടണ്ണ് വെച്ച് 4300 രൂപ വരും. അലങ്കരിക്കാനുള്ള പല തരത്തിലുള്ള പെബിൾസ് ഉണ്ട്. ഒന്ന് നമ്മളിവിടെ കാണിച്ചല്ലോ. അതുപോലെ തന്നെ ഇത് വരുന്നതാണ്. ഇത് പോളിഷ് ചെയ്ത പെബിൾസ് ആണ്. പോളിഷ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതിന് വരുന്ന കിലോ കണക്കിന് വരുമ്പോൾ കിലോയ്ക്ക് 35 രൂപ. അതുപോലെ തന്നെ വേറെയും കളറുകൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അകത്ത് വേറെ ഉണ്ടല്ലോ. അകത്ത് നമുക്ക് ഈ അൺപോളിഷ്ഡ് വൈറ്റ് പോലെ തന്നെ പോളിഷ്ഡ് വൈറ്റ് ഉണ്ട്. അതല്ലാതെ കളർ പെബിൾസുകളും ഉണ്ട്. അത് നമുക്ക് അകത്തുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് നാച്ചുറലാണ്. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ഇതെല്ലാം നാച്ചുറൽ പ്ലാന്റ്സുകളാണ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇത് CC പ്ലാന്റ്സ് എന്ന് പറയും. CC പ്ലാന്റ്സിന് ഇസെറ്റ് പ്ലാന്റ്സ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ഗ്രീനിഷ് ലീഫ് ഉള്ളതുകൊണ്ട് വേറെ വെറൈറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഗ്രീനാണ്. അതിൻ്റെ മിനിയേച്ചർ. ഈ പ്ലാന്റ്സിൻ്റെ തന്നെ മിനിയേച്ചറാണ്. ഇതെല്ലാം നമുക്ക് ഇൻഡോർ ചെയ്യുന്നു. ഇത് വരുമ്പോഴത്തേക്കിന് ചൈന ഡോൾ എന്ന് പറയും. ചൈന ഡോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിങ് ഇതിന് നമുക്ക് തോന്നും. ഇത് നല്ലൊരു ചൈന ഡോൾ എന്നതിന് പറയുന്നത്. സെറാമിക് പോട്ടുകളുണ്ട്. സെറാമിക് പോട്ട് നമുക്ക് പല വെറൈറ്റികളുണ്ട്. ഇതാണ് ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇൻഡോർ ചെയ്യുന്നതാണ്. നമ്മൾ ഈ സ്റ്റിക്ക് കയറ്റി പടത്തി വിട്ടേക്കുന്നതാണ്. ഇതിനൊക്കെ കുറച്ച് വെള്ളം മതി കേട്ടോ. ഇതിനൊക്കെ വല്ലപ്പോഴും വെള്ളം ഇങ്ങനെ കുറച്ച് ഒഴിച്ചാൽ മതി. എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. പിന്നെ സെറാമിക് പോട്ടുകളുണ്ട്. ക്ലാഡിങ് ടൈലുകളുണ്ട് കേട്ടോ. ക്ലാഡിങ് ടൈലിൻ്റെ ഡിസ്പ്ലേ വെച്ചേക്കുന്നത്, നമ്മൾ ഈ ഭിത്തികളിൽ വെച്ചേക്കുന്ന ക്ലാഡിങ് ടൈലിൻ്റെ ഡിസ്പ്ലേകളാണ്. ക്ലാഡിങ് ടൈലുകളുണ്ട്. കളർ വരുന്നതാണ്. നമ്മൾ വാളിലൊക്കെ ചെയ്യുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ പറഞ്ഞ വൈറ്റ് പോളിഷ് എന്ന് പറഞ്ഞത്. ഇതിപ്പം കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ള സൈസിലുള്ളതുണ്ട്. ഇത് പോളിഷാണ്. അതിൻ്റെ ബ്ലാക്ക് പോളിഷാണ്. ഇതൊക്കെ ബ്ലാക്ക് പോളിഷാണ്. ഇത് ബ്ലാക്ക്. ഇതും പോളിഷ്ഡാണ്. ഇത് വൈറ്റ് പോളിഷ്, ഇത് ബ്ലാക്ക് പോളിഷ്. പിന്നെ കളർ പേബിൾസുകളാണ് നമ്മളെ അവിടെ കിടക്കുന്ന മറ്റേ നമ്മൾ കാണിച്ചത് ആണത്. ഇപ്പറ അതെ. ഇതെല്ലാം കളർ പേബിൾസുകൾ. ഇതെല്ലാ കളറുണ്ട്. ഇത് മിക്സഡ് കളറാണ്. യെല്ലോ, ഓറഞ്ച്, പിങ്ക് എല്ലാ കളറും നമുക്ക് ഉണ്ട്. നമുക്കിപ്പം
ഡൈനിങ് ടേബിളിനൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഡൈനിങ് ടേബിളിന്. ആ ആ അതിനൊക്കെ നല്ല ഭംഗിയായിരിക്കും യൂസ് ചെയ്യാൻ. കൂടുതൽ കസ്റ്റമേഴ്സുകൾ വന്ന് അതിങ്ങനെ വാങ്ങുന്നുണ്ട്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ലക്കി ബാമ്പു. ലക്കി ബാമ്പു നമ്മൾ വീടിനുള്ളിൽ വെക്കുന്ന, ഇത് വാട്ടറിനകത്ത് ഇറക്കി വെക്കത്തുള്ളൂ. വാട്ടറിന് മണ്ണോ ഒന്നും വേണമെന്നില്ല, വാട്ടറിൻ്റെ അകത്ത് ഇറക്കി വെക്കുന്നു. അതൊരു പ്രത്യേക സ്റ്റൈലിൽ ചെയ്തേക്കുന്നതാണ്. ഇതാണ് സ്നേക്ക് പ്ലാന്റ്സ്. ഇത് നല്ലൊരു സെറാമിക് പോട്ടിനകത്ത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് സെറാമിക് പോട്ടാണ്. ലക്കി ബാമ്പുവിൻ്റെ തന്നെ വേറൊരു ചെറിയ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ ടൈപ്പാണ്. ഇരിക്കുന്നതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് CC പ്ലാന്റ്സിൻ്റെ മറ്റേ നമ്മൾ മുൻപേ കണ്ട ഗ്രീനിഷ് പച്ച, അത് മിനിയേച്ചർ അല്ല, ഇത് ലോങ് ആണ്. പിന്നെ സെറാമിക് പോട്ടുകളാണ്. സെറാമിക് പോട്ട് ചെറുത് തൊട്ട് വലുത് വരെയുള്ളതുണ്ട്. അതൊരു വുഡിൻ്റെ ആണ്. ഇത് ചെറുത് തൊട്ട് നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ചെറുത് തൊട്ട് വലിയ സൈസ് വരെയുള്ളതുണ്ട്. അതെല്ലാം സെറാമിക് പോട്ടുകളാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. സംഭവം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വീട് വേണ്ടവർക്ക്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഭംഗിയായിട്ട് നിർമ്മിക്കേണ്ടവർക്ക്, ആഗ്രഹമുള്ളവർക്ക് എന്താവശ്യത്തിനും നമ്പർ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ഗാലറി പറഞ്ഞിട്ടൊരു ഇതാണ് സംരംഭം, ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ എവിടെ ഇല്ലേ, കേരളത്തിൽ ഭംഗിയായിട്ട് വർക്കുകളും കാര്യങ്ങളും ഞാൻ എന്തായാലും വീഡിയോയിൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഗാലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണുകയും ചെയ്യാം. നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഇൻഡോറിൽ വർക്ക് ആയിക്കോട്ടെ, വെളിയിൽ ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ്. അപ്പോൾ എവിടെ ആയിക്കോട്ടെ എന്തും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യും. ഇപ്പോൾ ബഡ്ജറ്റ് കുറവായവർക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ എത്ര ബെസ്റ്റായിട്ട് ചെയ്യാവോ അതെല്ലാം സൂപ്പറായിട്ട് ചെയ്തു തരും ഇവർ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.